മേഴ്സി നഴ്സിംഗ് കോളേജിന്റെ 30 സീറ്റുകൾ സർക്കാർ റദ്ദാക്കി. പുതുതായി സീറ്റുകൾ അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കുന്നതിന് മുൻപ് കോളേജ് പ്രവേശന നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 30 സീറ്റുകൾ റദ്ദാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. എസ് ഷീജയുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. അസിത, മേഴ്സി നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീറ്റിന്റെ വിഷയത്തിൽ വലിയ വിവാദം നിലനിന്നിരുന്നു. പക്ഷേ ഇതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മേഴ്സി നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് അധിക സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പരിശോധനയിൽ അധിക സീറ്റിന് അർഹതയില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുകയും വീണ്ടും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 30 സീറ്റുകൾ മേഴ്സി നഴ്സിംഗ് കോളേജിന് അനുവദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ആ പരിശോധനാ റിപ്പോർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഉത്തരവൊന്നും തന്നെ ആരോഗ്യവകുപ്പ് ഇറക്കിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം 27-ാം തീയതി ഇത്തരത്തിൽ ഒരു സീറ്റുകൾ അനുവദിക്കാം എന്ന് കണ്ടെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ മേഴ്സി നഴ്സിംഗ് കോളേജ് ധൃതി പിടിച്ച് ഈ സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ ഉത്തരവ് ഔദ്യോഗികമായി ഇറങ്ങുന്നതിന് മുൻപായിരുന്നു ഈ ഒരു പ്രവേശന നടപടികൾ കോളേജിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ ഈ സീറ്റുകൾ മെറിറ്റ് സീറ്റുകളിൽ വലിയ തോതിൽ പണം വാങ്ങി അവിടെ പ്രവേശനം നടത്താനുള്ള നീക്കം തടഞ്ഞുകൊണ്ട് ഈ 30 സീറ്റുകളും റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 30 സീറ്റുകൾ റദ്ദാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 30 സീറ്റുകളാണ് ഇപ്പോൾ സർക്കാർ റദ്ദാക്കിയിട്ടുള്ളത്.